അത് ശരിക്കും നല്ല ഇഷ്ടപ്പെട്ടു. പുൽത്തൈരുണ്ടാക്കണ കുടില് ഇങ്ങനെ ഗംഭീരമായൊരു സഫാരിക്ക് ശേഷം നമ്മൾ ഒരു വെള്ളച്ചാട്ടം കാണാൻ വന്നിരിക്കുകയാണ്. വെള്ളച്ചാട്ടം നമ്മൾ കയറിയ മുരുകന്മലയുടെ താഴെ തന്നെയാണ്, മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടം തന്നെയാണ്. നമ്മളതിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം. ചെയ്യാണ്ട് പിന്നെ മറ്റുള്ള വെള്ളച്ചാട്ടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പാറക്കെട്ടിലൂടെ മഴത്തുള്ളികൾ പോലെ വെള്ളം താഴേക്ക് പതിക്കുന്ന മനോഹരമായ കാഴ്ചയാണിത്. അധികം നടക്കാതെ തന്നെ റോഡരികിൽ നിന്ന് ഈ കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ കഴിയും. കാന്തല്ലൂർ യാത്രയിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണിത്. പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇരിച്ചിൽപ്പാറയുടെ അവിടെ നിന്ന് നമുക്ക് മുരുകന്മല കാണാൻ പറ്റും കേട്ടോ. സാധാരണ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പലല്ല ഇവിടെ. മറയൂരിനും കാന്തല്ലൂരിനും ഇടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു മനോഹര സ്വപ്നമാണിത്. ഇതാണ് ഇരിച്ചിൽപ്പാറ. ഏകദേശം 300 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുമ്പോൾ വെള്ളം തല്ലിച്ചിതറി ഒരു പ്രകൃതിദത്ത മഴത്തുള്ളി പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക. അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ നിൽക്കുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളെല്ലാവരും അവിടേക്ക് പോകാൻ തീരുമാനിച്ചു. നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിഭാഗത്തേക്ക് പോകാൻ പറ്റുമോ നോക്കിയൊക്കെ. കുറച്ച് വഴുക്കളൊക്കെ ഉള്ള സ്ഥലമാണ്. എല്ലാം നോക്കി പോകാം. വേണ്ട വേണ്ട അവിടെ നടന്ന് അവിടെ ട്രാഫിക് ബ്ലോക്കോ ആൾക്കാരെണ്ണം കൂടിയായി കണ്ടുപോ. പിടിക്കാന്നില്ല. ആ പശുവിന് വിശ്വാസമല്ലേ. വള്ളിയുടെ അവിടെ ചോട്ടിട്ട് അങ്ങനെ കയറി. തല്ലിയാണ് നിനക്ക് കാരണക്കാരൻ. തല്ലിലാണ് നിനക്ക് കാരണക്കാരെന്ന് പറയും. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നോ, ട്രക്കിംഗ് ഒന്നും വേണ്ട. റോഡരികിൽ തന്നെയാണ് ഇതുള്ളത്. ചന്ദ്രഗന്ധമുള്ള വായു ശ്വസിച്ച് ആ തണുത്ത മഞ്ഞുതുള്ളികൾ നമുക്ക് ആസ്വദിക്കാം. നമ്മളങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിൽ തിരിക്കുന്ന ഗ്യാസ് ശരിക്കും നല്ല ഇഷ്ടപ്പെട്ടു. വഴിക്കൂടെ വഴിക്കു നമുക്ക് ഇറങ്ങി പോകാൻ പറ്റുന്ന ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. അതുകൊണ്ട് ഇവിടെ ഇറങ്ങി പോകാൻ മെല്ലെ മെല്ലെ പറ. ഓടല്ലേ മെല്ലെ മെല്ലെ വഴിക്കൂ. ഓടല്ലേന്നാ പറഞ്ഞേ. ഞാൻ കേട്ടത് വേഗം ഓടാന്നാണ്. ഈ സൈഡ് കൂടെ ഈ വഴി ഇരിച്ചിൽപ്പാറ പൊതുവെ സുരക്ഷിതമായ വെള്ളച്ചാട്ടമാണെങ്കിലും മഞ്ഞുതുള്ളികൾ പോലെ വെള്ളം വീഴുന്നതിനാൽ പാറകളിൽ പായലും വഴുതലും കൂടുതലായിരിക്കും. നല്ല ഗ്രിപ്പുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഇവിടേക്കുള്ള വഴി വളരെ ഇടുങ്ങിയതാണ്. പരിചയമില്ലാത്തവർ വാഹനം ഓടിക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണ്ടി വരും. സാറിന് ഇവിടെ നല്ല ഓഫ് റോഡ് ജീപ്പുകളൊക്കെ കിട്ടും, അത് വെച്ച് വരുന്നതായിരിക്കും നല്ലത്. അതുപോലെ മലമുകളിൽ മഴ ശക്തമായി പെയ്തതിന് പെട്ടെന്ന് വെള്ളം കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും.
അങ്ങനെ നമ്മൾ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നിന്ന് ശർക്കര എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് കാണാം. ചെവിക്ക് അടഞ്ഞു പോയി ഗേസ്. ഇതാണ് നമ്മുടെ സ്ഥലം, ശർക്കര ഉണ്ടാക്കണം. ഇതെന്താ ഈ കളിമണ്ണ് മണ്ണ് വൃത്തിയാക്കി പോലെ അതിനുള്ള വെള്ളം കിട്ടാൻ വെറും വെള്ളം, അവരുടെ കരിമ്പിൻ്റെ വെള്ളം വെറും വെള്ളമല്ല. ഞങ്ങളെത്തുമ്പോഴേക്കും ശർക്കരയൊക്കെ അവർ സെറ്റാക്കി കഴിഞ്ഞിരുന്നു. ഞാൻ സംഭവം എന്താണെന്ന് ചുരുക്കി പറഞ്ഞുതരാം. യന്ത്രത്തിൻ്റെ സഹായത്താൽ നീരെടുത്ത് ഈ നീര് വലിയൊരു ഡ്രമ്മിലേക്ക് മാറ്റും. മുകൾ ഭാഗത്ത് ആ തെളിഞ്ഞ നീര് ശർക്കര ഉണ്ടാക്കുന്ന വലിയ പാത്രത്തിലേക്ക് മാറ്റും. അതാണ് ആ പരിപാടി ഫസ്റ്റത്തെ. അത് കഴിഞ്ഞിട്ട് 1000 ലിറ്റർ തിളപ്പിക്കാൻ പറ്റുന്ന ഈ പാത്രത്തെ കൊപ്ര എന്നാണ് പറയുന്നത്. ഇതിൽ ചൂടാക്കാൻ കത്തിക്കുന്നത് കരിമ്പിൻ്റെ ചണ്ടി തന്നെയാണ്. 4 മണിക്കൂറാണ് ഇത് തിളപ്പിക്കാൻ വേണ്ട സമയം. അത് വറ്റി ചൂടാറുമ്പോൾ കൈകൊണ്ട് തന്നെ ശർക്കര ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മറയൂർ ശർക്കരയ്ക്ക് മറ്റു ശർക്കരയേക്കാൾ ഉപ്പിൻ്റെ അംശം കുറവും മധുരം കൂടുതലുമാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. 120, 1.25 കിലോ അല്ല 1.25 കിലോ 100 ചുക്കിന്റെ ഉണ്ട പോലത്തെ സാധനം. ചെറിയ പീസ് ഒരു കഷ്ണം കഴിക്കണമെങ്കിൽ അവിടെ കൊടുത്ത് കഴിച്ചോ. 100 ഇവിടെ ശർക്കര പൊടിയായും ചോക്ലേറ്റ്, ഗ്രാമ്പു, ഏലക്ക തുടങ്ങിയ ഫ്ലേവറിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ശർക്കര ഫാക്ടറി, ചെറിയൊരു സെറ്റപ്പാണ്. നമുക്ക് വാങ്ങിക്കുന്ന വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. സീസണല്ല, പ്ലാന്റേഷൻ മാത്രമേ ഉള്ളൂ. ഇനി ഒരു 1.5 മാസം കിട്ടും ഫ്രൂട്ട്സ് റെഡിയാണ്. ഒരു വർഷം വന്നിട്ട് മാക്സിമം സ്ട്രോബെറി 3 മാസം എടുക്കും. 3 മാസത്തെ ഉണ്ടാവുമോ? നിങ്ങൾക്ക് കയറി കാണുകയും കാണാം. കഴിഞ്ഞ ടൈമിൽ പോയിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് ആപ്പിളിൻ്റെ കാർഡനാണ്, പക്ഷേ സീസണിലെ കൊണ്ട് അലൗഡ് ഇല്ല. ഓറഞ്ചിൻ്റെ മരങ്ങൾ ഇതാണ് ആപ്പിളിൻ്റെ മരം. ആപ്പിള് ഇതാണ് മറ്റേ ബ്രഹ്മണ സിനിമ എടുത്തല്ലേ ഷൂട്ടിംഗ് പോയിന്റ്. അത് കാണാം. ആ ഇവിടെയാണ് മറ്റേ ലാസ്റ്റ് അവസാനത്തെ സീൻ. ആ കുപ്പിയിൽ ക്ലൈമാക്സ്. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡ് നല്ല വ്യൂ പോയിന്റാണ്. എൻ്റെ ബാക്ക് സൈഡ് പിന്നെ 2 ഏർമാടം ഉണ്ട്. 2 ഏർമാടം നെയ് കാണുന്നില്ല. ഇതാണ് മറ്റേ ലെമൺ ഗ്രാസ് എന്ന് പറയും. മറ്റേ പുൽത്തന്നെ അതിൻ്റെ ലിക്വിഡ് ഫുൾ തൈലം. ഗൈസ് നമ്മളങ്ങനെ ഭ്രമരം ഷൂട്ട് ചെയ്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, മറ്റേ കാന്തല്ലൂർ ഭാഗത്തുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പുൽത്തൈൽ ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഒരു ഏറുമാടുണ്ട്. ഒരു ഇതിൻ്റെ കൊക്കയുടെ സീനൊക്കെ എടുത്ത ഏരിയാസൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്കത് കാണാം. അതുപോലെ കോളേജ് പിള്ളേർ ഫോട്ടോഷൂട്ട് നടക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ കാന്തല്ലൂരിലെ തിരുവാപ്പെട്ടി പാറ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഭ്രമരം സിനിമയുടെ ക്ലൈമാക്സ് ഇവിടെ ചിത്രീകരിച്ചതോടെയാണ് ഇതിന് ഭ്രമരം പോയിന്റ് എന്നുള്ള പേര് വന്നത്. എന്താ ഹോട്ടലാണോ? ഒരു ഹോട്ടലുണ്ട് കേട്ടോ ഗൈസ്. മറയൂരിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ ദൂരമുണ്ട് ഈ സ്ഥലത്തിലേക്ക്. സ്വന്തം കാറിൽ പോകുന്നതിനേക്കാൾ ഓഫ് റോഡ് ജീപ്പാണ്, സഫാരിയാണ് ഇവിടേക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. കാന്തല്ലൂരിലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ മികച്ച സ്ഥലങ്ങളാണ് ഇവിടുത്തെ ട്രീ ഹൗസുകൾ. അവിടെ ഉണ്ടാക്കുന്ന സ്ഥലം അവര് കയറി അപ്പൊ തിരക്കൊക്കെ കുറച്ച് പറയുന്നു. ഈ പിള്ളേര് വന്നായിരുന്നു. ഭംഗിയുള്ള സ്ഥലമാണ്.
പൂന്തോട്ടൊക്കെ അടിപൊളിയാക്കിണ്ടല്ലേ. അല്ല വിചാരിച്ചാ നമ്മളിതിന്റെ ഉള്ളിൽ കയറി അങ്ങോട്ട് പോകാൻ ഇതാരത് മഞ്ഞച്ചെടി. ഇവിടെയാണ് ഗ്യാസ് പുൽത്തൈര് ഉണ്ടാക്കണ കുടില്. കിട്ടിയ നെല്ലിക്ക് ടേസ്റ്റ് ഉണ്ടോ? ഒറിജിനലല്ലേ? നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറിയോ കേട്ടോ. ഇത് കുറേ നെല്ലിക്ക കൊണ്ട് നെല്ലിക്ക ഓറഞ്ച്. ഈ പുൽത്തൈലത്തിൻ്റെ കുടിലിന് ചുറ്റുമുള്ള ഈ ഗാർഡനൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് എൻഡിലേക്ക് വരുമ്പോൾ ഇവിടെ കുറേ വൈക്കോല് കൊടുത്തിട്ടുണ്ട്. എന്ത് സംഭവം എന്നറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് നോക്കിയാൽ കുറേ കാണാൻ പറ്റുമായിരിക്കും. പക്ഷെ ഞങ്ങൾ വന്ന ടൈമിൽ ഇവിടെ ആകെ കോട നിറഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അപ്പുറത്തെ ഭാഗത്ത് എന്താണെന്നുള്ളതൊന്നും കാണാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. ഫോട്ടോ എടുക്കുമോ? അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ ഏറുമാടം കയറാൻ വേണ്ടി പോയി. അപ്പോൾ നമുക്ക് ഇനി ഏറുമാടത്തിൻ്റെ മുകളിൽ പോവാം. തിരക്കാണല്ലോ അവിടെ. ക്യൂവിൽ താങ്കൾ ക്യൂവിലാണോ? ഞാൻ ഓടി വന്നാ പക്ഷെ അവർക്ക് അപ്പോൾ അവരെത്തിയാളെ നമ്മുടെ ടീം സമൂഹത്തില് എല്ലാവരും കൊടുക്കുന്നു. മഞ്ഞെന്ന് പറഞ്ഞില്ലേ? ആ അവിടെ നല്ല പോയിന്റ് ഉണ്ടല്ലോ അല്ലേ? നമുക്ക് അവിടെ പോവാം. പക്ഷെ വലുതാ ഇവിടുന്ന് വ്യൂ കുറവായിരിക്കും അവിടെ. ക്ലോസ്ഡ് ആണോ? മോള് ക്ലോസ്ഡാ. അത് ചിലപ്പോൾ പഴയതായി ഉണ്ടാവും. സ്റ്റെപ്പൊക്കെ ഒരു മാതിരി. ആ പുൽത്തൈലത്തിൻ്റെ നല്ലൊരു നെല്ലിക്ക് കിട്ടിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണ് സലില്. ഒരു യാത്രാ പ്രേമിയാണ്. അധികം ക്യാമറയ്ക്ക് മുമ്പിലൊന്നും വരില്ല. പക്ഷേ ഇത് വ്ളോഗ് സഞ്ചാരി എന്ന ഗ്രൂപ്പിലൊക്കെ വലിയ കാര്യമായിട്ട് എഴുതുന്ന ആളാണ്. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു ജിന്നാണ് നമ്മളൊപ്പം ഗ്രൂപ്പായിട്ട് വന്നിരിക്കുന്നത്. അത്ഭുതകരമായിരിക്കുന്നു. ഇത് പറയാൻ പാടുമോ? ഉണ്ടായിരുന്നോ? നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറിയേക്കാം. ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ. ആട്ടണ്ട അതാട്ടണ്ട. ഇത് മരഞ്ഞാണ്. മറ്റേ താങ്ങുണ്ട് ഇരുമ്പിൻ്റെ അതിൽ താങ്ങുമ്പോ കേട്ടാ. വ്യൂ അടിപൊളി വരുന്നില്ല. അപ്പൊ ഇറങ്ങുമ്പോൾ നമുക്ക് കുറച്ച് കഷ്ടപ്പെടും കേട്ടോ. സ്റ്റെപ്പ് അങ്ങനെ സ്ലിപ്പർ ചെയ്യാം. പിടിച്ചിറങ്ങണം. കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി ഇവിടെ ഗ്രില്ല് വരച്ച് വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ മനുഷ്യൻ നടക്കുന്നത്. വേണ്ട, ചവിട്ടണ്ട. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. റിസ്കി സ്റ്റെപ്പാണ് ഗൈസ്. ഇവിടുന്ന് ഇറങ്ങാൻ
പിന്നെ അവിടുന്ന് ഞങ്ങൾ അടുത്ത പോയിന്റിലേക്ക് നടന്നു. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഗൈസ്, നമുക്ക് നടന്നു പോവാം. എവിടേക്ക് എത്താമെന്ന് അറിയില്ല. വെള്ളച്ചാട്ടം സൗണ്ട് കേൾക്കണ്ട. എന്ത് വേറെണ്ടോ കാണല്ലേ? ആ അതുണ്ടല്ലേ. ആ അതിൻ്റെ സൗണ്ട് ഇങ്ങോട്ടേ കണ്ടില്ലേ? മസനഗുടി സൂര്യനെല്ലി. ആ മസനഗുടി പോയ ടൈമില്ലേ, ആ ടൈമിൽ നമ്മളൊരു ഇതുപോലെ ഒരു മഞ്ഞൾ സ്ഥലത്തേക്ക് പോയിട്ടായിരുന്നു. ഫുള്ള് എന്താ കോട അടിച്ചിട്ട് സൈഡിൽ കൂടെ ഇങ്ങനെ പുല്ല് പിടിച്ച് നടക്കുന്ന സ്ഥലമുണ്ട്. അതിന് അടിയിൽ എൻ്റെ പുഴയുടെയാ വെള്ളച്ചാട്ടം സൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും കാണാൻ പറ്റിയില്ലേ. ആ അതന്നെ അതന്നെ. പക്ഷെ നെല്ലിയാമ്പതിയിൽ ഇങ്ങനെ ഒരു ഭ്രമണത്തിൻ്റെ സ്ഥലം ഉണ്ടല്ലോ. ആ ജീപ്പിൽ ആ ഒരു ഭ്രമണത്തിൻ്റെ ഷൂട്ടിംഗ് സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. കൺഫ്യൂഷനായി പറ്റിക്കുന്ന ആൾക്കാരനെ. ചിലപ്പോൾ 2 സ്ഥലത്ത് ഷൂട്ട് ചെയ്യുന്നുണ്ടാവും. എനിക്കാണ് ഇവിടെ വീടിൻ്റെ സൈഡൊക്കെ ഇവിടെയാവും. അതിങ്ങനെ ശരിക്കും ഇതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്ന വഴിയാ. അവിടെ മറ്റേ ജീപ്പ് സഫാരിയുള്ള ഭാഗം ഇതുപോലെ മലയുടെ മുകളിൽ കൂടെ കയറി പോണ സ്ഥലം. സൈഡിൽ കൂടെ ഇങ്ങനെ പോണ മഴ വരുന്നിട്ടാ. ഇവിടെ കണ്ടാ പോണേ. മരം മുറിച്ച് കൊണ്ടുണ്ട് കേട്ടോ. എങ്ങനെ കൊണ്ടുപോകാൻ ഇവിടുന്ന് കൊണ്ടുപോകണേ അവിടെ കയറ്റി കൊണ്ടുപോകേണ്ടി വരും. ജീപ്പിൽ ആ നേരത്തെ പിള്ളേർ ജീപ്പിൽ ഫ്രണ്ടിൽ നിന്നിട്ട് പോയിട്ടുണ്ടല്ലേ. അവിടെ വഴിയിൽ മുറിച്ചിട്ട് പോകാം. അത് ശരി, വഴിയിൽ മുറിച്ചിട്ടുണ്ടാവും. അതെന്താ സ്ട്രോബെറി ഫാം. ഇത് സ്ട്രോബെറി തന്നെയാണ്. വട്ടപ്പട വന്നിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ എടുത്ത കാഴ്ചകൾ. നല്ലൊരു മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട് തോന്നുന്നു. കോടയ്ക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് മഴ കാണുന്നുണ്ട്. ഈ വഴി അടിപൊളിയല്ലേ. കടകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണല്ലോ ഗൈസ്. ടയേർഡ്. കുറച്ച് വെള്ളം കുടിക്കാനായിരുന്നു. ആ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ പുൽത്തേല. ഇവിടെ ഒരു ഏർമാടുണ്ട്. കുറച്ച് സേഫാണ് നമ്മൾ കയറിയതിനേക്കാളും. പക്ഷേ കുലുക്കൊക്കെ ഉണ്ടാവും കേട്ടോ. മരത്തിൻ്റെ മുകളിലല്ല സെറ്റ് ചെയ്തത്. സ്റ്റെപ്പ് നല്ല സേഫാണ്. ചായപ്പീടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല ഓംലെറ്റൊക്കെ അടിച്ച് സെറ്റാകാൻ പറ്റിയ സ്ഥലങ്ങളാണ്. സമയം വളരെയധികം വൈകിയിരിക്കുന്ന കേസ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. തിരിച്ചിട്ട് ഈ അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. ഇനി ഏതാ പോയിൻ്റെന്ന് അറിയില്ല. ഇതാണ് നമ്മുടെ വണ്ടി ഗൈസ്. നമ്മളിപ്പോൾ ചന്ദന മരങ്ങളുടെ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഭയങ്കര ഇട്ടാണ്, ഒന്നും കാണാണ്ടാവില്ല. സമയം ഇപ്പോൾ 6 മണിയാവാറായിട്ടുണ്ട്. അപ്പോൾ ചെവിക്ക് അടഞ്ഞ് പണ്ടാറടങ്ങി ഒന്നും കേൾക്കാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ കയറാനും പറ്റില്ല. ജസ്റ്റ് കണ്ടിട്ട് വീഡിയോ എടുത്തിട്ട് വരാം. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സാൻഡൽ സീഡ് സ്റ്റാർ. അത് മറയൂര് ചന്ദന അല്ലേ. മറയൂര് ചന്ദനക്കടത്ത് ഫോറസ്റ്റ് സ്റ്റേഷൻ എവിടെ? ഫോറസ്റ്റ് സ്റ്റേഷനല്ലേ അവിടെ? ഇവിടെ ഉണ്ടോ? അങ്ങനെ നമ്മുടെ റൂമിൽ വീണ്ടും തിരിച്ചെത്തുകയാണ്. ഇന്നത്തെ യാത്രകളൊക്കെ അവസാനിച്ചു. അപ്പോൾ ഇനി നാളെ വീണ്ടും അടുത്ത ദിവസം 2-ാം ദിവസത്തെ യാത്രകൾ ആരംഭിക്കും. 2 ദിവസത്തെ ട്രിപ്പാണുള്ളത്. അത് നമ്മളെ ഡോമിട്രി. അപ്പോൾ നമുക്ക് നാളെ ഇനി അടുത്ത ദിവസത്തെ 2 ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ 2-ാമത്തെ ദിവസത്തെ വീഡിയോസായിട്ട് വീണ്ടും വരാം. അപ്പോൾ സ്റ്റേ വിത്ത് മീ. ടേക്ക് കെയർ. ബൈ. നിങ്ങൾ രണ്ടുപേരും അതെ ഞങ്ങൾക്കറിയാന്ന്. നജീബ് ബോൾ
കേട്ടോ ഇങ്ങനെ രണ്ടോട്ടം കളിക്കുക ഇങ്ങനെ ആക്കുക